ഹായ് ഓൾ, ഇറ്റ്സ് എ റിവ്യൂ ടൈം. ഇന്നത്തെ പ്രോഡക്റ്റ് ഗാർണിയറിന്റെ BB ക്രീം ആണ്. ഗാർണിയറിന്റെ BB ക്രീം എന്ന് പറയുമ്പോൾ ഒത്തിരി BB ക്രീം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഈ BB ക്രീം. ഗാർണിയറിന്റെ അതുപോലെ ലാക്മിന്റെ ഒക്കെ BB ക്രീം നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, പോൺസിന്റെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഗാർണിയറിന്റെ ആണ്. ഇത് ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി BB ക്രീം ആണ്. ബ്യൂട്ടി ബെനഫിറ്റ് ക്രീം എന്നാണ് ഇവർ പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റർ ലുക്കിംഗ് സ്കിൻ ആക്കും, ഹെൽത്തി ഗ്ലോ തരും. അതുപോലെ 0 ഇംപെർഫെക്ഷൻസ് ആണ്, ഈവൻ സ്കിൻ ടോൺ ആക്കും. അതുപോലെ 8 മണിക്കൂർ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ആയിട്ട് 8 മണിക്കൂർ വയ്ക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ കുറേ നാൾ മുൻപ് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ റിവ്യൂ ഒന്നും ചെയ്യാൻ അന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പൊ BB ക്രീം, CC ക്രീം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ സാധനത്തിന്റെ റിവ്യൂ ചെയ്യണം എന്നാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. ചെറുതായിട്ടൊന്നൊരു പാക്കേജിൽ എന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ബാക്കി ഒന്നും വ്യത്യാസമില്ല. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെറിയൊരു ഷോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കി അത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല, 2-3 പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു മോയ്സ്ചറൈസർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് വേണമെങ്കിൽ നോക്കിക്കോട്ടെ, ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ സമയം പോവില്ല. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ SPF ഉള്ള ഒരു CC ക്രീം അല്ലെങ്കിൽ BB ക്രീം. അപ്പോൾ ഇതൊരു BB ക്രീം ആണ്. ഇതിനകത്ത് SPF 24 PA+++ ഉണ്ട്. UVA പ്രൊട്ടക്ഷൻ, UVB പ്രൊട്ടക്ഷൻ ഇത് തരുന്നുണ്ട്. ഇവരിൻ്റെ പണം കൊടുത്തിരിക്കുന്നതാണല്ലോ. അതായത് നമ്മുടെ സ്കിന്നിൽ ഇടുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊരു ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട്, ഏത് സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവർക്കും നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ ഒരു ഭയങ്കര ലൈറ്റർ വേർഷൻ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് മാച്ച് ആയി പോയിക്കോളും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കവറേജ് കുറവാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ BB ക്രീം ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, CC ക്രീം ആയിക്കോട്ടെ, അതിൽ കവറേജ് വളരെ കുറവായിരിക്കും. ബിക്കോസ് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ അത് സ്കിന്നിന് ഒത്തിരി സ്കിൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. കാരണം ഭയങ്കര എക്സ്ട്രാ കവറേജോ കറക്റ്ററോ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കിന്നിന് ഭയങ്കര നല്ലതായിരിക്കും, ബ്രീത്തബിൾ ആയിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് നിറയെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 8 അവർ മോയ്സ്ചറൈസ്, 8 അവർ ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ നല്ല മുഖം നന്നായിരിക്കും. പിന്നെ ഒത്തിരി ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ അൺഈവൻ സ്കിൻ ടോണോ ഉള്ള ആൾക്കാർ BB ക്രീം നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് CC ക്രീം ആയിരിക്കും ബെറ്റർ. CC ക്രീം എന്ന് പറയുമ്പോൾ കളർ കറക്റ്റർ അതും കൂടെ ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ സ്കിൻ ഒരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആയിരിക്കില്ല, കുറച്ചും കൂടെ ഒരു കവറേജ് തരും. ഇത് അത്ര കവറേജ് ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. BBയും CCയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. രണ്ടിലും ഒരു സ്കിൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ BB ക്രീം ആണ് കുറച്ചും കൂടി നിങ്ങളുടെ സ്കിൻ വന്നിട്ട് ക്ലിയർ സ്കിൻ ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ BB ക്രീം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങളുടെ സ്കിന്നിൽ ആക്നി ഉണ്ട്, പിമ്പിൾ ഉണ്ട്, ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അൺഈവൻ സ്കിൻ ടോൺ ആണ്, പിഗ്മെന്റേഷൻ ഭയങ്കര ടാൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു CC ക്രീം പ്രിഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനകത്ത് വൈറ്റമിൻ സി, അതുപോലെ ആൽമണ്ട് എക്സ്ട്രാക്ട് ഉണ്ട്, മിനറൽസ്, പിഗ്മെന്റ്സ് ഉണ്ട്, സ്മൂത്ത് ടെക്സ്ചർ ആൻഡ് ഫിനിഷ് തരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. വൈറ്റമിൻ സി നമുക്കറിയാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൽമണ്ട് എക്സ്ട്രാക്ട് ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്താലേ ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മിനറൽ പിഗ്മെന്റ്സും അതുപോലെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ സ്കിന്നിന് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മിനറൽസ് പിഗ്മെന്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എല്ലാ ആൾക്കാരും അവനവൻ്റെ പ്രോഡക്റ്റിൽ തന്നെ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഫേസ് വാഷും മോയ്സ്ചറൈസർ എല്ലാം കൂടെ നമ്മൾ മേടിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും പക്ഷേ കൊടുക്കുന്നതാണ് BB ക്രീം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ ഒരു, എനിക്കറിയില്ല, ചുമ്മാ കൊടുത്താൽ ചിലപ്പോൾ ആരെങ്കിലും 4 പേര് മേടിക്കുമെന്ന് ഓർത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോർ ബെറ്റർ റിസൾട്ട് യൂസ് ആഫ്റ്റർ ഗാർണിയർ ബ്രൈറ്റ് കംപ്ലീറ്റ് ഫേസ് വാഷ്. ആക്ച്വലി ആ ഫേസ് വാഷ് അടിപൊളിയാണ്, ഐ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മുൻപ്. ഓൾ സ്കിൻ ടൈപ്പിൽ ഇത് യൂസ് ചെയ്യാം. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആക്നി, അതുപോലെ പിഗ്മെന്റേഷൻ, ഭയങ്കര അൺഈവൻ സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു CC ക്രീമോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനോ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണിത്. ഒരു കവറേജ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കവറേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ.
സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനമായിരിക്കും. വേറെ ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. SPF ഉണ്ട്. അപ്പൊ വീട്ടിലൊക്കെ നിങ്ങൾ ഭയങ്കര കൊടും വെയിലിൽ പോകുമ്പോൾ ഒരു എക്സ്ട്രാ സൺസ്ക്രീൻ കൂടി ഇട്ടാലും മതി. അത്യാവശ്യത്തിനുള്ള സംഗതി ഇത് തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്മെല്ല് കാരണമാണ് ആക്ച്വലി ഞാൻ ഇതിപ്പം മേടിക്കാൻ കാരണം. സ്മെല്ലെന്ന് വെച്ചാൽ ഒരു ഭയങ്കര അടിപൊളി ഒരു സ്മെല്ലാണ്. ഈ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആക്ച്വലി ഫേസിൽ എൻ്റെ മേക്കപ്പ് ചെയ്തേക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? കുറച്ചധികമായി പോയടേ. അതിൻ്റെ പ്രൈസ് ഒന്നും പറഞ്ഞില്ലല്ലോ. അധികമായപ്പോഴാണ് പ്രൈസിനെ കുറിച്ച് എനിക്ക് ബോധം വന്നത്. 275 രൂപയാണ്. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് നിന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ആവില്ല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഈ കളർ കണ്ടോ? ഈ കളറും എൻ്റെ ഫേസിൻ്റെ കളറും തമ്മിൽ ഇപ്പം നല്ല വ്യത്യാസമില്ലേ? എൻ്റെ കൈ നോക്ക്, കൈയിൻ്റെ കളറും തമ്മിൽ ഇപ്പം ഫേസ് നോക്കണ്ട, കൈ നോക്കിക്കോ. ഇത് ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും, അയ്യോ ഇത് കുറച്ച് ബ്രൈറ്റ് ആയി പോയില്ലേ, എൻ്റെ സ്കിന്നുമായിട്ട് ഒട്ടും മാച്ച് അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഫേസിലിടുമ്പോഴും തോന്നാം. പക്ഷേ ഇതിനെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കില്ലേ, പറയുമോ? മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ 2 കൈയും കണ്ട ഡിഫറൻസ് കണ്ട. ശരിക്കും ഇത് കയ്യിലിട്ട് കാണിച്ചത് നന്നായില്ലേ? അബദ്ധം പറ്റിയതാണെങ്കിലും നല്ല ഉപകാരമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഒരു BB ക്രീം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തോളൂ കേട്ടോ. കാരണം നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ഒക്കെയാണ്, എന്നിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഭയങ്കര ഒരു ഫൗണ്ടേഷൻ ഒന്നും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പോയി യൂസ് ചെയ്യണമെന്നില്ല. ഫൗണ്ടേഷൻ കുറച്ച് ഹെവി തന്നെയാണ് ഫേസിൽ. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം ക്ലിയർ സ്കിന്നുള്ള അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും BB ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതൊരു നല്ല BB ക്രീമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ലിങ്ക് കൊടുത്തേക്കാം, വേണ്ട ആളുകൾ മേടിച്ചോളൂ കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.